ഹലോ ഗൈസ്, വെളുപ്പിലത്തെ ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. കാരണം മോള് പിന്നെ എഴുന്നേറ്റില്ല. മോക്കൊന്നും നോമ്പില്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാ വന്ന് ഇപ്പോൾ ഉണ്ട് സുമതി സ്കൂളിൽ നിന്ന്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ട്രോഫി കിട്ടി. ട്രോഫി കാണിച്ചു തരാവേ കിട്ടിയത്. കണ്ട അതൊക്കെ വന്നപ്പോഴേ വിശക്കുന്നെന്ന് പറഞ്ഞു. മറ്റേ നോമ്പാവുമ്പം കുഴപ്പമില്ല, അങ്ങനെ നിന്നോളും. പിന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിശക്കുന്നെന്നും പറഞ്ഞ് വന്നതാണ്. എന്താ പറഞ്ഞത്, സ്കൂളിലെ പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസിനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. പിന്നെ ഞാനിനി വൈകിട്ടത്തേക്കുള്ളത് പിന്നെ ട്രോഫി കാണിക്കാൻ ഞാൻ വരും കേട്ടോ. വൈകിട്ടത്തേക്ക് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറി എന്ന് വെച്ചാൽ മുട്ട റോസ്റ്റല്ല, തേങ്ങ അരച്ചിട്ട് പിന്നെ തക്കാളിയും വറ്റൽമുളകും സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് അരിഞ്ഞു വെച്ച് ഇനി മിക്സിയിൽ മിക്സിയിൽ അരച്ച് വെച്ച് തേങ്ങ എടുത്ത് അത് കഴിഞ്ഞിന് മുട്ട പുഴുങ്ങിയിട്ടു. മുട്ടയും പുഴുങ്ങിയിട്ടു വയസ്സ് മുട്ടയും പുഴുങ്ങിയിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം അടപ്പയിലാക്കിയിട്ട് കാണിക്കാം. വയസ്സ് കടുക് പൊട്ടിച്ച ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരിച്ചിരി തോനെ കടുകമായിപ്പോയി, വീണ് പോയാണ്. കണ്ടോന്ന് കറിവേപ്പട്ടയും ഇതെല്ലാം കൂടെ എല്ലാം കൂടെ അങ്ങിട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കാം. അതുപോലെ വഴറ്റിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് മുട്ടയും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി കൂട്ടാം. വയസ്സ് അങ്ങനെ തേങ്ങാക്കറി റെഡിയായി. മുട്ടക്കറി റെഡിയായി. തേങ്ങാക്കറി ഉണ്ട്, തേങ്ങ അരച്ച മുട്ടക്കറി. തേങ്ങ അരച്ച മുട്ടക്കറിയും അരിപ്പത്തിരിയുമാണ് ഇന്നത്തെ വിഭവം, നോമ്പ് തുറയ്ക്കുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അരപ്പൊഴിച്ചതിനകത്ത് കാണിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചില്ലെന്നാണ് തോന്നുന്നത്. അരച്ച് വെച്ചേക്കുന്ന അടുത്തെല്ലാം താളിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നല്ല പിന്നെ മുട്ട ഒളിച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇടുക. അപ്പം ബാക്കിയുള്ള ജോലിയിലോട്ട് നീങ്ങാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഇക്ക വീണ്ടും തണ്ണിമത്തൻ ചിരണ്ടാൻ റെഡി ആയിട്ടുണ്ട്. പരിപാടിയാണ് വീണ്ടും. സിറ്റി ബേക്കറിയിലെ സാധനമാണ്. സിറ്റി ബേക്കറി മൊത്തം മേടിച്ചേക്കുവാ. തണ്ണിമത്തൻ ഇന്നലെ നാരങ്ങ വെള്ളമായിരുന്നു. തണ്ണിമത്തങ്ങ നല്ലതെന്ന് തോന്നുന്നു ഇവിടെ, അല്ലയോ? നാരങ്ങ പെട്ടെന്ന് ശരീരം ചൂടായി നിൽക്കുന്നിടത്ത്. ഇപ്പം എന്താ പറയാനുള്ളത്? മോക്ക് സ്കൂളിൽ പോയി ട്രോഫിയൊക്കെ കിട്ടി. ഇങ്ങനെയുണ്ട്, സന്തോഷമായോ വാപ്പായിക്ക്? സന്തോഷമായെന്നോ? പിള്ളേർ ഇതായാലും നമ്മള് ഇതായി വരുമ്പോൾ സന്തോഷമില്ലേ? ശരി, ഇനി ഇതെല്ലാം എടുത്തു വെച്ചിട്ട് കാണാം, അല്ലയോ? ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രോഫി കാണിക്കാമെന്ന്. ട്രോഫി കാണിക്കാൻ TV കാണിച്ചെന്ന് പറയല്ലേ. ഇതാണ് മോക്ക് കിട്ടിയ ട്രോഫി. ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയത് മോക്ക് കിട്ടിയ ട്രോഫിയായിരുന്നു. അല്ലാതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് മോളുടെ ട്രോഫി. ഇവിടുത്തെ കോളേജ് കുമാരനെത്തി. കോളേജ് കുമാരനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ജോലി കുമാരനാ. എന്താ പിന്നെ മോക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. മോക്ക് കിട്ടിയ ട്രോഫി ഇന്നത്തെ ട്രോഫിയാണ് പ്രധാനമായിട്ടും കാണിച്ചേ. അവിടെ ഇരുന്നതിനകത്ത് നിൻ്റെതും ഉണ്ട്. വലുതൊക്കെ ഇല്ല, വലുതാണ്ട് ഫോട്ടോ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെയാണ്. എനിക്ക് പിന്നെ വിഷമം ഉണ്ടെന്ന് അവിടെ ഫോട്ടോ അടിച്ചു വെച്ചേക്കുക. അവന് കിട്ടിയ ഈ ട്രോഫിയൊക്കെ താഴെ ഇരിക്കുന്നു. പിന്നെ +2 10
പ്ലസ് ടു ഈ ഇരിക്കുന്ന full അല്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഈ ഇരിക്കുന്ന full അല്ലേ? കിട്ടിയത്. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കിട്ടിയതല്ലേ ഈ ട്രോഫി? 10 അല്ലേ ഇത്? പ്ലസ് ടുവിന് പഠിച്ചപ്പോ കിട്ടിയതാ. പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ 2023 പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം. എന്തോ ചെയ്യാനാ, മികച്ച വിജയമായി പോയി. അതൊക്കെ പിന്നെ നേരത്തെ കിട്ടിയതാ. ഇതൊക്കെ എന്റെ തന്നെ. ഇതൊക്കെ ഋഷുവിന് കിട്ടിയതാ. ഈ ഇരിക്കുന്നത് ആർമി റിട്ടയർഡിംഗ് ഓഫീസർ ഋഷുവിന് കിട്ടിയതാ. അപ്പൊ ഞാനിനി അടുക്കളയിലോട്ടേ ചെല്ലട്ടെ, എന്തായെന്ന് നോക്കാം. ബാ വരൂ. അവള് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ച് കിടക്കുവാന്ന് തോന്നുന്നു. കാപ്പി എന്താക്കി തീർത്തോ എന്തോ. എന്തോ ആയി? തണ്ണിമത്തങ്ങ എല്ലാം റെഡിയാവും. ഈ തണ്ണിമത്തങ്ങ ഉള്ളോ കാപ്പിക്ക്? അതാവുമ്പോ ഈസി ഉണ്ടല്ലോ, പണിയൊന്നും ചെയ്യണ്ടല്ലോ. അതാ ഭാരിച്ച പണിയെല്ലാം നമുക്കെടുക്കാം അല്ലേ? അങ്ങനെ മുട്ടക്കറി റെഡിയാക്കി. ഓക്കെ, മുട്ടയുണ്ടടാ. പിന്നെ ലാസ്റ്റ് വെക്കാം ഇല്ലയോ? തോന്നുന്നു ഇല്ലേ ഋഷു? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ മുട്ട കണ്ടില്ലേ നീ? മുട്ട കാണണം. ഇത് പറ്റിക്കോല്ലേ മുട്ട കറി ഉണ്ടെന്ന്? മുട്ട ഒന്നും ഇല്ലാതെ പുളിശ്ശേരി മേടിച്ചു വെച്ചിട്ട് മുട്ടക്കറി അത് പൊട്ട നോക്ക് കണ്ട. മുട്ടയും ഉണ്ടല്ലോ. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് കാണാലോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് മുറിക്കുള്ള സ്പെഷ്യലാണ്. എടുത്തോട്ടെ, ജ്യൂസ് അതെന്തേലും എടുത്തു. അപ്പം ജ്യൂസുണ്ട്, മുട്ടക്കറി, സമൂസ, മുന്തിരിങ്ങ, മുസാമ്പി. ചിലയിടത്തൊക്കെ മുസാമ്പി എന്ന് പറയും. ഇത് ഒറോട്ടി, അരിപ്പത്തിരി, വെള്ളയപ്പം. ഇതല്ല, സോറി, തണ്ണിമത്തങ്ങ, ഈത്തപ്പഴം. ഇതെന്തുവാ? സമൂസയ്ക്കും ചമ്മന്തി ഉണ്ടോ? ഇത് തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. സമയം ഇപ്പോൾ ഏകദേശം 6:24 ഓക്കെ, അപ്പോൾ നമുക്ക് നോമ്പ് മുറിക്കുന്ന ടൈമിൽ കാണാം. ഓക്കെ, ബൈ. ബാങ്ക് വിളിച്ചു, നോമ്പ് തുറന്നോണ്ടിരിക്കുക. വിഷാദുണ്ട് ഇവിടെ. വിഷാദേ, നോമ്പ് തുറന്നോ? ബാങ്ക് വിളിക്കുന്നു. ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. റുസാനൊക്കെ നോമ്പില്ലാത്തതുകൊണ്ട് അങ്ങ് അപ്പുറത്ത് പോയി കടന്നെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയതിൻ്റെ ക്ഷീണം കൊണ്ട് അവൾ പോയി കടന്നു ഉറങ്ങി. ഇവിടെ കിടന്നങ്ങ് പിന്നെ അവിടെ കൊണ്ട് കിടത്തി. ഒറോട്ടി മുട്ടക്കറിയായിരുന്നു. കോഴിയിട്ട മുട്ട. കോഴിമുട്ടയിടുന്ന ഇക്ക മെസ്സേജ്. ഓക്കെ, കഴിച്ചിട്ട് വെളുപ്പിലത്തേക്കുള്ള മീൻ കറി, ചെറിയ കോരക്കുഞ്ഞ്. ഞങ്ങളിവിടെ ചെങ്കലവ എന്ന് പറയും. നിങ്ങളിവിടെ എന്താ പറയുന്നത്? എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചട്ടി അടപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറി വെക്കണം. ഇതോടെ കഴിഞ്ഞ് ഒരുവിധം ജോലി ഒതുങ്ങും. പിന്നെ വെളുപ്പിലുള്ള ജോലികളുള്ളൂ. പിന്നെ വൈകുന്നേരത്ത് കഞ്ഞി കുടി. പള്ളിയിൽ നിന്നുള്ള കഞ്ഞി തറാവീഹ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കുടിക്കുന്നത്. ഓക്കെ, നമുക്ക് മീൻകറി വെക്കാം. ഗൈസ്, മീൻകറി തിളച്ചു. ഈ മീനിടാം. നമുക്ക് കഴുകി വാരി എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, എങ്ങനെ മീൻ ഇട്ടു. ഇനി ഇത് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചട്ടി എടുത്ത് വെച്ചിട്ട് ചുറ്റിക്കുക. അല്ലെങ്കിലേ മൊത്തം പൊടിഞ്ഞു പോകും. ചട്ടി എടുത്ത് ചുറ്റിച്ചില്ലെങ്കിലേ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെന്നേ ഉള്ളൂ ഞാൻ. മീൻകറി തിളച്ചു. ഇനി കുറച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ച്. മീൻകറിയെ പറ്റിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. മീൻകറി പറ്റിച്ചെടുക്കാം. ബാക്കി നമുക്ക് മോനും മോളും ഒക്കെ വന്നിട്ട്, മോൻ പള്ളിയിൽ പോയേക്കുന്നു, മോളപ്പുറത്ത് നിന്ന് പഠിക്കുന്നു. അപ്പം അവരൊക്കെ വന്നിട്ട് വൈൻഡപ്പ് എടുക്കാം. ഓക്കെ, തറാവിക്ക് പോയിട്ട് വന്നിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക കൊച്ച്. അല്ല,
പിന്നെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുവാന്നോ വീഡിയോ? ഓക്കെ. പിന്നെ അപ്പം റമദാൻ ഡേ 7 ഓക്കെ. കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ് സമയമായി നോട്ടെ. ഇപ്പൊ 12:30 കഴിഞ്ഞ്. 12:30 കാണാൻ പറ്റുമോ? 12:30 12:30 കഴിഞ്ഞ് ഇപ്പോഴും എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇരുട്ടായി. അപ്പൊ guys, അപ്പോ റമദാൻ ഡേ 7 കഴിഞ്ഞു. അപ്പം നമ്മളിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പോയപ്പോ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോയില്ലയോടാ? അത് രാവിലെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ തറാവിക്ക് പോയപ്പോ ഒന്നുകൂടെ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഒന്ന് മേലൊക്കെ കഴിയിട്ടാ പിന്നെ പോയത്. അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗൈസ്, അപ്പോ റമദാൻ ഡേ 7 കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി റമദാൻ ഡേ 8 പോവുകയാണ്. അപ്പം നമുക്ക് റമദാൻ ഡേ 8 കാണാം. ടാറ്റാ.